തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ്, പരസ്യവുമാണ്. ജോസ് കെ മാണിയും UDF നേതാക്കളും തമ്മിൽ വളരെയധികം ചർച്ച നടന്നു. ഏതാണ്ട് ഈ ജോസ് കെ മാണി LDFൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി വിട്ട് UDFിലേക്ക് കുടിയേറി പോകുന്നതിന് പെട്ടിയൊക്കെ എടുത്തതാണ്. ആ സമയത്താണ് അതിന് ഉടക്ക് വെച്ചുകൊണ്ട് ആ നീക്കത്തെ തകർത്തത് റോഷി അഗസ്റ്റിനാണ്. അത് വളരെ അതും എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ അതിന് ശേഷമാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും. അപ്പം ജോസ് കെ മാണി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പിന്നെ പഴയ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചോരത്തിളപ്പും പക്വതയൊക്കെ ഇല്ലായ്മ കൊണ്ടാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ജോസ് കെ മാണിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ റോഷി അഗസ്റ്റിനെ തിരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് നേതൃത്വമാണെങ്കിൽ നേതൃപാഠവം ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ അണികൾ കൂടെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ അണികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. കേരള കോൺഗ്രസ് അണികളുടെ ഈ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നതും അവർക്കും ഈ വിശാലമായ ഒരു എന്താ പറയുക മതേതര സ്വഭാവം കാത്തു സൂക്ഷിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഒരു സാർവലൗകികമായ കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം, അതൊന്നുമല്ല കേരള കോൺഗ്രസ് അണികളുടെ ഒരു താല്പര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാദേശികമായ താല്പര്യങ്ങളുണ്ട്, വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്, അവരുടെ ഈ കാർഷിക വൃത്തി സംബന്ധിച്ചുള്ള താല്പര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ളൊരു കൂട്ടരാണ് ഈ കേരള കോൺഗ്രസിൻ്റെ അണികൾ എന്ന് പറയുന്നത്.